അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മക്ക ഹറമിലാണ് ഗ്രൂപ്പുമായി വന്നതാണ്. ഇന്ന് പരിശുദ്ധമായ മക്ക ഹറമിൽ നിന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ അവസാനത്തെ വചനം. നമുക്കെല്ലാവർക്കും അറിയാം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ വിശുദ്ധ വചനം അറിയാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലഖദ് ജാഅക്കും. ഇത് പതിവാക്കിയാലുള്ള 7 ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ ഷിഫാ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ഷിഫാ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിക വചനം. ഈ സൂറത്തു തൗബയുടെ അവസാനത്തെ വചനമായ ലഖദ് ജാഅക്കും, ഇത് പതിവാക്കിയാലുള്ള 7 ഗുണങ്ങളാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലൊന്ന്, മൻ തലാഹ ഹാത്തൈനിൽ ആയത്തൈനി ബഅദ സ്വലാത്തി സുബഹി ഹത്താ മറത്തൻ ഫലാ യമൂതു ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന. സുബഹിക്ക് ശേഷം ഒരു പ്രാവശ്യം ഈ ലഖദ് ജാഅക്കും ചൊല്ലിക്കഴിഞ്ഞാൽ, സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഇത് പതിവാക്കി കഴിഞ്ഞാൽ, ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ ഇരിപ്പിടം കാണിക്കാതെ അള്ളാഹു അവനെ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുകയില്ല. ഒന്ന്. നമ്പർ 2, രണ്ടാമത്തേത്, മൻ തലാഹ ഹാത്തൈനിൽ ആയത്തൈനി ഫീ സഫരിഹി 50 മറത്തൻ ഫലാ യർജിഉ ഇല്ലാ ബിഖൈർ. ഈ 2 ആയത്തുകൾ ഒരു യാത്രയിൽ 50 പ്രാവശ്യം ഒരുത്തൻ ചൊല്ലിക്കഴിഞ്ഞാൽ, ഓതിക്കഴിഞ്ഞാൽ, ഫലാ യർജിഉ ഇല്ലാ ബിഖൈർ, ഖൈർ കൊണ്ടല്ലാതെ അവൻ തിരിച്ചു വരികയില്ല. നമ്മുടെ ബിസിനസ് സംരംഭമാവട്ടെ, ഏത് നല്ല കാര്യങ്ങൾക്ക് പോയി, മക്കളുടെ കല്യാണ കാര്യം നോക്കാൻ വേണ്ടി പോവുകയാണ്, ഗൾഫിലേക്ക് ജോലി അന്വേഷിച്ച് പോവുകയാണ്, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതിനൊക്കെ ആ യാത്രയിൽ 50 പ്രാവശ്യം, ഒന്നുകൂടി ഞാൻ പറയട്ടെ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഒരു യാത്രയിൽ 50 പ്രാവശ്യം ഓതി ഒരുപാട് അനുഭവങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് വിജയം കിട്ടിയ ഒരു കാര്യമാണ്. അവൻ ഖൈർ കൊണ്ടല്ലാതെ തിരിച്ചു വരികയില്ല എന്നാണ്. ലക്ഷ്യം ഹലാലായൊരു ഉദ്ദേശം വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ ഒരിക്കലും അവന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. കാരണം വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ്, സമാധാനമാണ്, അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരമാണ്, രോഗങ്ങൾക്ക് ശിഫയാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഗുണം, മൻ ആവാ ഇലാ ഫിറാശിഹി ഫതലാഹ ഹാത്തൈനിൽ ആയത്തൈനി 11 മറത്തൻ ഫലാ തുസീബന്നഹും മുസീബത്തുൻ ഹത്താ യുസ്ബിഹ. നമ്മൾ വിരിപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ വേണ്ടി ഒന്നുമൊക്കെ ചെയ്ത് വിരിപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ 11 പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവന് പ്രഭാതം വരെ ഒരു മുസീബത്തും അള്ളാഹു നൽകുകയില്ല എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഗർഭിണികൾ ഈ ആയത്ത് പതിവാക്കിയാൽ മക്കൾ സ്വാലിഹീങ്ങളാവും, സ്വാലിഹായ സന്താനം കിട്ടും.
ഫസഹലത്ത് അലൈഹൽ വിലാദത്തു വയകൂനുൽ വലദു സ്വാലിഹാ. അതിൽ പ്രസവം എളുപ്പമാവും, അതിലുണ്ടാകുന്ന സന്താനങ്ങൾ സ്വാലിഹീങ്ങളാവുമെന്നും ഇതിൻ്റെ ഗുണത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൻ തലഹ ഹാത്തൈനിൽ ആയത്തൈനി സലാസ മറാത്തിൻ ഫലാ യഖുദന്നഹു സിഹ്റുൻ വലാ ഐനുൻ ഇലൽ ജുമഅത്തിൽ ആത്തിയ. വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഇത് പതിവാക്കിയാൽ ആ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് സിഹ്റ്, കണ്ണേറ് എന്നുള്ളത് അവന് തട്ടുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അൽ ഐനു ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണേറ് മനുഷ്യനെ ഖബറിലെത്തിക്കും, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കുമെന്നൊക്കെയാണ്. അപ്പം ആ കണ്ണേറിൽ നിന്ന് രക്ഷ നൽകാൻ മഗ്‌രിബിന് ശേഷം ഇത് പതിവാക്കി കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ജുമുഅ വരെ അവന് കണ്ണേറ് തട്ടൂല, അവന് സിഹ്റ് ഫലിക്കൂല. ബലാഹുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. വലിയ കാവലുള്ള, ഒരുപാട് മഹാരഥന്മാർ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു പരിശുദ്ധമായ വചനമാണ് ഈ പരിശുദ്ധ സൂറത്തു തൗബയുടെ അവസാനത്തെ വചനം. അതുപോലെ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം അസറിന് മുമ്പായി 99 പ്രാവശ്യം മൻ തലാഹ ഹാത്തൈനിൽ ആയത്തൈനി തിസ്അതൻ വതിസ്ഈന മറത്തൻ റസഖഹുല്ലാഹു മിനൽ ഹലാൽ. ഈ രണ്ടായത്ത് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷവും അസറിന് മുമ്പായും ഈ രണ്ടായത്ത് 99 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവന് റസഖഹുല്ലാഹു മിനൽ ഹലാൽ, അള്ളാഹു ഹലാലിൽ നിന്ന് അവനെ ഭക്ഷിപ്പിക്കും. അവന് ബിസിനസ് ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവും. അവൻ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിന് വലിയ പുരോഗതി ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, റഹീമായ അള്ളാഹ്, ഈ പരിശുദ്ധമായ വചനങ്ങളും സ്വലാത്തുകളും പരിശുദ്ധ ഖുർആനിക വചനങ്ങളും അതുപോലെ ഇതൊക്കെ ഞങ്ങൾ പറയുന്നു, കേൾക്കുന്നു, ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ അള്ളാഹുവേ, നിൻ്റെ പുണ്യ മക്ക ഹറമിൽ നിന്ന് ഞാൻ പരിശുദ്ധമായ ഈ വചനം പഠിച്ചു. ഇത് എല്ലാവർക്കും ഉപകാരമുള്ളൊരു ഇൽമാക്കി തരണേ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.